ഹായ് ഫ്രണ്ട്സ്, പോക്കറ്റ് മണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജോബിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈസി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഏൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ പേയിലോട്ടും ഗൂഗിൾ പേയിലോട്ടും ഒക്കെ ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആ ഒരു വിഡ്രോ ചെയ്ത എമൗണ്ടൊക്കെ കയറുന്നതായിരിക്കും. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അത്യാവശ്യം നല്ലൊരു എമൗണ്ടൊക്കെ ഇതിനകത്തുനിന്ന് സിമ്പിളായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇത് സ്പെഷ്യലായിട്ട് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ സിമ്പിൾ ഓൺലൈൻ ജോബൊക്കെ ചെയ്തിട്ട് ഏൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിക്കോളുക. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഏൺ ചെയ്ത എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഈസി ആയിട്ട് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതിനകത്ത് ചെറിയ ചെറിയ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടും അതുപോലെ തന്നെ സ്പിൻ ചെയ്തുകൊണ്ടും സ്ക്രാച്ച് ചെയ്തുകൊണ്ടും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടതെന്ന് വൃത്തിയായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ വാച്ച് ചെയ്തിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. മാക്സിമം സ്റ്റുഡൻസിനൊക്കെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരുപാട് വീഡിയോസ് ഇതിൽ ഇനി ഉള്ള ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിമ്പിൾ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനും സൈറ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഏൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഗൂഗിൾ പേ വഴിയൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒരുപാട് പേരൊക്കെ വർക്ക് ചെയ്തിട്ട് അവർ എമൗണ്ടൊക്കെ ഏൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള വർക്കൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സിമ്പിളായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടുകൊണ്ടും അങ്ങനെ സ്പിൻ വീലൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചടിച്ച് പോവാം. അപ്പോൾ ഇതിനകത്ത് ഈ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇൻവൈറ്റ് ഫ്രണ്ട്സ് ടു ഗെറ്റ് കോയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കോയിൻസൊക്കെ കിട്ടുന്നതായിരിക്കും. അതൊക്കെ ഇൻ്റർഫേസിൽ തന്നെ ഒരു ഫസ്റ്റ് ഇൻ്റർഫേസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേന് ഈ ആപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇമെയിൽ ID വെച്ചിട്ട് ഇതൊന്ന് സൈനപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്കിതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. വിത്ത് ജിമെയിൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊന്ന് എഗ്രി ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു ഇമെയിൽ വെച്ചിട്ട് സൈനപ്പ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്കിതുപോലെ നമ്മുടെ ഈ ഫോൺ നമ്പർ കൊടുക്കാനായിട്ട് വരും. അപ്പോൾ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ മുകളിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള കോയിൻസ് കാണാം. 100 കോയിൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ജോബ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പ്ലേ ടൈം എന്നാണ് പറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഗെയിംസൊക്കെ കളിച്ചുകൊണ്ട് നമുക്ക് കോയിൻ ഏൺ ചെയ്യാം. അതിൻ്റെ താഴെ പബ് സ്കെയിൽ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടായിരിക്കും. എന്തെങ്കിലും ആപ്സുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ടാസ്കുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ടാസ്കുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന കോയിൻസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആപ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനകത്ത് അവർ കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ചിലതിനകത്ത് KYC ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ചിലതിനകത്ത് നമ്മൾ ട്രേഡിംഗ് ആപ്സ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ അങ്ങനത്തെ ടാസ്കുകളൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ഉള്ളതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ പേയ്മെൻ്റ് ഒക്കെ അങ്ങോട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ KYC ഒക്കെ ഫില്ല് ചെയ്യാൻ വരുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട. അല്ലാത്ത സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടാസ്കുകളൊക്കെ കാണും. അത് വായിച്ച് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. പിന്നെ താഴെ അവൈലബിൾ സർവീസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഓരോ കോയിൻസ് അനുസരിച്ചിട്ട്
ഇവിടുത്തെ ഇപ്പോൾ 2205 കോയിൻസിൻ്റെ സർവേ ഉണ്ട്, 1435 സർവേ ഉണ്ട്, 2240 സർവേ ഉണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം ടൈമും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈം കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. 9 മിനിറ്റിൻ്റെ സർവേ ആണെങ്കിൽ 9 മിനിറ്റ് തന്നെ എടുത്തിട്ട് സർവേ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോഴായിരിക്കും ആ കോയിൻസൊക്കെ കിട്ടുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ വാച്ച് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ വാച്ച് വീഡിയോയ്ക്കകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആഡ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു ആഡ്സ് കണ്ടുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്പിൻ വീലുണ്ട്. അതായത് ഇതുപോലെ 10 സ്പിന്നായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് 10 സ്പിന്നുണ്ട്. അപ്പോൾ ആ സ്പിൻ ചെയ്യുമ്പോൾ ഏത് പോയിന്റിലാണോ വന്നിരിക്കുന്നത് ആ ഒരു കോയിൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ സ്പിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് 2 കോയിൻസിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു കോയിൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ വാച്ച് വീഡിയോ, അപ്പോൾ വാച്ച് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഒരു ആഡ് വരും. ആ ഒരു ആഡ് കണ്ടതിന് ശേഷം നമുക്ക് ആ ഒരു കോയിൻ നമ്മുടെ വാലറ്റിലോട്ട് ക്ലെയിം ആകുന്നതായിരിക്കും. ഇവിടെ ആ ഒരു ആഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ബാക്ക് അടിച്ച് കാണിക്കാം. ഇപ്പോൾ സ്പിൻ ചെയ്തേക്കുന്നതിൻ്റെ ആ ഒരു 2 കോയിനും കൂടെ ആഡായിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ എനിക്ക് 100ൽ നിന്ന് അത് 102 ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള സ്പിന്നും കംപ്ലീറ്റ് ചെയ്ത് അതിനകത്ത് പറഞ്ഞേക്കുന്ന കോയിൻസൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ വീണ്ടും താഴെ ടാസ്ക് ഉണ്ട്, സർവേ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കോയിൻസൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. ബോർഡെന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഓരോരുത്തർ ഏൺ ചെയ്യുന്ന കോയിൻസൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പം കണ്ടോ 500 പോയിൻ്റൊക്കെ ഏൺ ചെയ്തവരുണ്ട്, 200 പോയിൻ്റ്, അതുപോലെ തന്നെ 100 മിനിമം 150 ഒക്കെ ഏൺ ചെയ്തവരുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ലക്കി ഡ്രോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് പങ്കെടുത്തിട്ട് നമ്മുടെ കോയിൻസൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ താഴെ വീണ്ടും പ്ലേ ഗെയിംസ് ഉണ്ട്, വീണ്ടും ഏൺ മോർ കോയിൻസ് എന്നുള്ളതിനകത്ത് നമ്മുടെ കംപ്ലീറ്റ് ടാസ്കുകളൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കോയിൻ ഏൺ ചെയ്യാൻ പറ്റുന്ന വേറൊരു സെക്ഷൻ കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഹോം ടാബിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ഡെയിലി കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനുണ്ട്. അപ്പോൾ ഓരോ ഡേയ്സിലും നമ്മളിവിടെ വന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെയാണ് ഇതിനകത്തുനിന്ന് കോയിൻസ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഡേ 1 എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു സെക്ഷനിൽ കാണിച്ചുള്ള വാച്ച് വീഡിയോ എന്ന്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നമ്മൾ മിനിമം 2 വീഡിയോ എങ്കിലും നമ്മൾ കാണണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഫ്രീ ആയിട്ടുള്ള കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോസ് വാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കോയിൻസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ക്ലെയിം യുവർ ഡെയിലി ചെക്ക് ഇൻ കോയിൻസ് എന്ന് വരും. അത് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഓക്കെ കൊടുത്തപ്പം കൺഗ്രാജുലേഷൻ, യു റിസീവ്ഡ് 10 ബോണസ് കോയിൻസ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ അടുത്തൊരു സെക്ഷനുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് സ്ക്രാച്ച് ചെയ്തുകൊണ്ട് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് സ്ക്രാച്ച് എന്നുള്ള ഇതിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ സ്ക്രാച്ച് ചെയ്തപ്പോൾ എനിക്ക് 18 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ സ്ക്രാച്ച് ഓപ്ഷൻ വരുമ്പോഴൊക്കെ നമുക്ക് സ്ക്രാച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ റെഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ റെഫറൽ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. ആ സെക്ഷനിൽ വന്നിട്ട് ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 5 രൂപ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ഗിഫ്റ്റിൻ്റെ ഒരു ഐക്കണുണ്ട്. അപ്പം ഗിഫ്റ്റിൻ്റെ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് വിഡ്രോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ UPI ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ വെക്കാൻ പറ്റും. അപ്പോൾ 650 കോയിൻസ് എന്ന് പറയുമ്പോൾ 5 രൂപയാണ്, 1200 കോയിൻസ് എന്ന് പറയുമ്പോൾ 10 രൂപയാണ്, 2200 കോയിൻ എന്ന് പറയുമ്പോൾ 20 രൂപയാണ്. അപ്പോൾ 20,000 കോയിൻസ് എന്ന് പറയുമ്പോൾ 200 രൂപയാണ്, 50,000 കോയിൻസ് എന്ന് പറയുമ്പോൾ 500 രൂപയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് കോയിൻസിൻ്റെ നമ്മളുടെ കണക്ക് വരുന്നത്. അതായത് നമ്മുടെ റുപ്പിയിലോട്ടാക്കുമ്പോൾ എത്ര രൂപ എന്നുള്ള ആ ഒരു ഇത് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈസി ആയിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് ഒത്തിരി സിമ്പിളായിട്ടുള്ള ഓഫറും ടാസ്കുകളും ഒക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരാൾക്കും ഇതിനകത്ത് ഈസി ആയിട്ട് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സ്റ്റുഡൻസിനും അതുപോലെ ഫ്രീ ടൈമിൽ സിമ്പിൾ വർക്കൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഏൺ ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തോളുക. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് വിഡ്രോവലൊക്കെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.